ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് ഫ്രൈഡേയുടെ എനർജി എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ എന്നത്തെയും പോലെ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേയുടെ എനർജി എന്താണ്. ജാനുവരി 10th. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് നോക്കാം പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഫ്രൈഡേയുടെ എനർജി എന്താണ്. താങ്ക് യു. സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജി മൂണിൻ്റെ എനർജിയാണ്. ഇന്ന് നിങ്ങളോട് മെയിനായിട്ട് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ എനർജി, വൈകാരികമായിട്ടുള്ള എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല, ക്ലിയർ ആകുന്നില്ല, വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ, പക്ഷേ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഉള്ളിലൊരു വിഷമം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഒരു ബ്ലോക്ക് എനർജിയിൽ നിങ്ങളെ നിർത്തുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് കെയർഫുള്ളാകുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഗ്രൂപ്പാണ്, നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അവിടെ നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഗോസിപ്പിൻ്റെ എനർജി ഉണ്ടോ, ജലസിയുടെ എനർജി ഉണ്ടോ, അങ്ങനത്തെ എനർജിയിൽ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഇത് കണ്ടൻ്റ് ആയിരിക്കാം, നിങ്ങൾ കാണുന്ന എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ആയിരിക്കാം. അപ്പോൾ അവിടെ എന്ത് എനർജിയാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നത് അത് കുറച്ചൊന്ന് കെയർഫുള്ളാകുക. അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ചും കൂടെ ഫ്രീഡം, പീസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം, നിങ്ങളോട് ചെയ്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ട് കരുതുന്ന പല കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം ഉണ്ടാകാം, ഫ്രസ്ട്രേഷൻ ഉണ്ടാകാം, ഇമോഷണലി ഒരു ബാലൻസ് നൽകാത്ത എനർജീസ് ഉണ്ടാകാം. അപ്പോൾ അത് റിലീസ് ചെയ്യാനായിട്ടാണ് ഇന്ന് മെയിനായിട്ട് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നൊരു അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജി, ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾ ചൂസ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു പാത്തിൽ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന പല എനർജീസും ചുറ്റുമുണ്ടെങ്കിലും നിങ്ങളുടെ എനർജി കേന്ദ്രീകരിക്കാനായിട്ട് നിങ്ങളുടെ ഗോൾസ്, നിങ്ങൾക്ക് എന്താണോ നേടണമെന്ന് ആഗ്രഹിക്കുന്നത് അതിൽ ഒരു അബണ്ടൻറ്റ് മെൻറ്റാലിറ്റിയോടുകൂടി, പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബ്യൂട്ടിഫുൾ. ഏസ് ഓഫ് വാൻഡ്സ് വന്നിട്ട് ഇന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ, പ്രത്യേകിച്ചും പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ചിലപ്പോൾ ഹോബി ആയിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ ബോഡിയെക്കുറിച്ചിട്ട് ഇപ്പോൾ യോഗ സ്റ്റാർട്ട് ചെയ്യണം, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങളുടെ ബോഡിക്ക് കുറച്ചും കൂടെ കെയർ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ്സിൽ ശ്രദ്ധിക്കണം. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാനായിട്ട്, അവിടെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ആരോഗ്യത്തിൽ ഒത്തിരി പോസിറ്റിവിറ്റി കാണുന്നുണ്ട്, ആരോഗ്യം മെച്ചപ്പെടാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷൻ ത്രൂ എന്തെങ്കിലുമൊക്കെ അബണ്ടൻറ്റ് എനർജി, എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഹോം അല്ലെങ്കിൽ ചാരിറ്റിയുടെ എനർജി കാണുന്നുണ്ട്, ബിൽഡിങ്സ് കാണുന്നുണ്ട് മെയിനായിട്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കുറച്ച് പേരുടെ ലൈഫിൽ ഇന്ന് വരുന്നുണ്ടാകാം. ഇവിടെ 9 ഓഫ് സോഡ്സ് ആണ് വരുന്നത്. കുറച്ചൊരു വിഷമത്തിൻ്റെ എനർജി എഗെയിൻ ഇവിടെ പറഞ്ഞു തന്നെയാണ്. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് മറ്റുള്ളവരുടെ ലൈഫിൽ, അതായത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ
ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് അവരെ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്നിട്ട് മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു എനർജി ആയിരിക്കാം. ഇപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് പൊളിറ്റിക്സ് എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ അവിടെ കുറച്ചൊരു പീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു റോൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് നിറവേറ്റാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളിത് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിലും നിങ്ങൾക്ക് സക്സസ് കണ്ടെത്താനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് വിഷമിക്കുന്നവർക്ക് എഗെയിൻ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാരിറ്റിയുടെ എനർജി ആയിരിക്കാം, സഹായിക്കുന്ന എനർജി ആയിരിക്കാം. അതെല്ലാം നന്നായിട്ട് നിർവഹിക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഇവിടെ 5 ഓഫ് വാൻഡ്സ് ആൻഡ് ടവറിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ സർപ്രൈസിൻ്റെ എനർജി വരുന്നുണ്ട്, ഒരു ബ്ലെസ്സിങ് വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പ് എനർജി, ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും സക്സസ്ഫുള്ളി അതിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും കള്ളത്തരങ്ങൾ പൊളിക്കാനായിട്ട്, എന്തെങ്കിലും തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ എനർജി കൊടുത്തിട്ട് അവിടെ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും കോമ്പറ്റീഷൻ്റെ എനർജി, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിലോട്ട് സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, ചിലപ്പോൾ ഡിവൈൻ ഇൻ്റർവെൻഷൻ ആയിരിക്കാം, ഈശ്വരൻ്റെ ഒരു സപ്പോർട്ടായിരിക്കാം, അതുവഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ഗ്രൂപ്പ് ചേഞ്ച് ആകുന്നതായിരിക്കാം. എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ, വേണ്ടാത്ത എനർജിയിൽ നിന്നും വിട്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് റിയലൈസേഷനാണ്. സഡനായിട്ട് നിങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തായിരിക്കാം പെട്ടെന്നൊരു റിയലൈസേഷൻ, ഒരു ആഹാ മൂമെൻറ്റ്, ഓക്കെ ഇതാണ് ഇതിൻ്റെ സത്യം, ഓക്കെ ഈ ഒരു എനർജി ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്, ഇത് കൊണ്ടിട്ടാണ് പാസ്റ്റിൽ ഈ ഒരു കാര്യങ്ങൾ സംഭവിച്ചത്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റിയലൈസേഷൻ, സത്യങ്ങൾ, ട്രൂത്ത് നിങ്ങളുടെ മുന്നിലോട്ട് തെളിഞ്ഞു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ഫ്രൈഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേയുടെ എനർജി എന്താണ്. ജാനുവരി 10 ഫ്രൈഡേയുടെ എനർജി എന്താണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്. താങ്ക് യു. താങ്ക് യു. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഇന്ന് നിങ്ങളോട് മെയിനായിട്ട് പറയുന്നത് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ, പേഴ്സണൽ സോറോ ആയിരിക്കാം, ഇമോഷണലി കുറച്ചൊന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന എനർജി ആയിരിക്കാം. അത് കുറച്ചൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ കുറച്ചും കൂടെ പീസ്, സമാധാനം കൊണ്ടുതരുന്ന എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ച് പേർക്ക് കോംപ്രമൈസിൻ്റെ എനർജി ആയിരിക്കാം. അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, സത്യം എന്താണോ, നീതി എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ നേരിട്ട് ഡയറക്റ്റ് ചോദിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ ഈ ഒരു വ്യക്തി ഇങ്ങനെയായിരിക്കും എന്നെക്കുറിച്ചിട്ട് വിചാരിക്കുന്നുണ്ടാകുക, ഇതായിരിക്കും പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടാകുക, അങ്ങനെ നമ്മൾ തന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. നിങ്ങൾക്ക് വ്യക്തതയില്ല, ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഇന്ന് സൊല്യൂഷൻസ്, ആൻസേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി കൊടുക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ പോസിറ്റീവ് മെൻറ്റാലിറ്റിയിലിരിക്കുന്നത്, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വരുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. ഇവിടെ എന്താ പറയുക, മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരു എനർജിയാണ്. പല കാര്യങ്ങൾ കൊണ്ടിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ കറക്റ്റായിട്ട് മുന്നോട്ട് ഗൈഡ് ചെയ്യുന്നതാണ്.
കുറച്ച് പേർക്ക് ഹീലിംഗ് ആയിരിക്കും. എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ച എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിൽ കുറച്ചൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ കുറച്ചൊരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. അവിടെ കുറച്ചും കൂടെ ഒരു ഫ്ലോ വരുന്നതായിട്ട്, കുറച്ചൊരു എന്താ പറയുക, ഒരു ഈസ് വരുന്നതായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി പ്രോസ്പെറിറ്റി, ഒത്തിരി അബണ്ടൻസ് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒരു ആക്ഷനും എടുക്കേണ്ടി വരില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരില്ല. നിങ്ങളുടെ മൈൻഡിൽ ക്ലാരിറ്റി, വ്യക്തത വന്നാൽ തന്നെ ഒത്തിരി പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ ലവേഴ്സിൻ്റെ എനർജിയാണ്, റിലേഷൻഷിപ്സിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കും. അപ്പോൾ ആ ഒരു റോളെല്ലാം ഭംഗിയായിട്ട് നിറവേറ്റാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. പാർട്ട്ണറായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് ഹീലിങ്ങിലോട്ട് കൊണ്ടുവരിക, അവിടെ ഒരു ശാന്തി, സമാധാനം കൊണ്ടുവരിക, ആ ഒരു റോള്, ആ ഒരു എനർജിയിൽ ടാപ്പ് ഇൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നന്നായിട്ട് ഇന്ന് ചെയ്യാനായിട്ട്, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഒരു എനർജി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ലവ്, റിലേഷൻഷിപ്പ്, പാഷൻ അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് പാസ്റ്റിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് പ്രോബ്ലം ഹീൽ ചെയ്യാനായിട്ടും കുറച്ചും കൂടെ കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഒത്തിരി ജ്ഞാനം, ഒത്തിരി അറിവിൻ്റെ എനർജി, ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ എനർജിയും വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ അറിവ് യൂസ് ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങളോട് നോ പറയാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത പല എനർജീസിനെയും ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് പ്രായമായിട്ടുള്ള ആ ഒരു വ്യക്തികളിൽ നിന്നിട്ടുള്ള ഒത്തിരി ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതായിട്ട്, ആശീർവാദം ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പൂർവികരുടെ, പിതൃക്കളുടെ എനർജി ആയിരിക്കാം. അവർ നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ സ്റ്റക്കായിട്ട് നിർത്തുന്ന കാര്യങ്ങളുടെ സത്യം എന്താണ്, എത്രത്തോളം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അവിടെയെല്ലാം കുറച്ചൊരു എനർജി വർക്കാകുന്നതായിട്ട്, ഈ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവരുടെ എനർജിയിൽ ഓവറായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജിയിൽ ഫോക്കസ് ചെയ്യുക, ശ്രദ്ധ കൊടുക്കുക. അതും കുറച്ചൊരു പോസിറ്റിവിറ്റി, നിങ്ങളെ കുറച്ചും കൂടെ സെൽഫ് കെയർ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ഉത്തരവാദിത്തം കറക്റ്റായിട്ട് ചെയ്താൽ തന്നെ മറ്റുള്ളവർക്ക് അതൊരു ആശ്വാസമായിട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒത്തിരി ഗ്രോത്ത്, ഒത്തിരി പൊട്ടൻഷ്യൽ ഈ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ഫ്രൈഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.